അധികാരത്തിലേറിയാൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ അയക്കുമെന്ന കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ പ്രസ്താവനയെ പരിഹസിച്ച് ബിജെപി. കോൺഗ്രസ് ഭരണത്തിൽ 1 രൂപ സാധാരണക്കാരന് നൽകിയാൽ അഴിമതി കഴിഞ്ഞ് 15 പൈസയാകും കയ്യിൽ കിട്ടുകയെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പറഞ്ഞു. സാധാരണക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് നൽകിയത് മോദിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് അധികാരത്തിലേറിയാൽ കോടിക്കണക്കിന് ആളുകളെ ലക്ഷാധിപതികളാക്കുമെന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. ജൂൺ 4-ന് രാജ്യത്തെ എല്ലാ ദരിദ്രരുടെയും പട്ടികയുണ്ടാക്കി ഓരോ കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്നും രാഹുൽ പറഞ്ഞു. जून 4 हिंदुस्तान के सारे गरीब परिवारों की लिस्ट बनेगी. करोड़ों लोगों के नाम एक लिस्ट में आएंगे. हर परिवार में से एक महिला का नाम चुना जाएगा और उस महिला के बैंक अकाउंट में साल के 10,000 नहीं, 20 नहीं, 30 नहीं, 50 नहीं, 70, 80, 90 नहीं, 1 लाख रुपए अंदर. എന്നാൽ കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്നപ്പോൾ ദരിദ്രരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും അന്ന് 1 രൂപ സാധാരണക്കാരന് നൽകിയാൽ അഴിമതി കഴിഞ്ഞ് 15 പൈസയായിരുന്നു കയ്യിൽ കിട്ടിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു പറഞ്ഞിരുന്നതായും രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പരിഹസിച്ചു. രാഹുൽ പണം നൽകാമെന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് സാധാരണക്കാർക്ക് തുറന്നു നൽകിയത് മോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു. प्रधानमंत्री नरेंद्र मोदी जी जब से बने इस देश में गरीब कल्याण की परिभाषा बदली या नहीं बदली है, ये मैं आपसे पूछना चाहता हूं. क्योंकि ये कांग्रेस के लोग कहते थे कि हम 1 रुपया भेजते हैं, किसान के गांव जाते जाते वो 15 पैसे रह जाता है. അഴിമതിക്കാരുടെ ക്യാമ്പായി പ്രതിപക്ഷ മുന്നണി മാറിയെന്നും അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ ആളാണ് അവരുടെ പ്രചാരണത്തിന് മുൻപിലുള്ളതെന്നും രാജസ്ഥാൻ മുഖ്യമന്ത്രി വിമർശിച്ചു. ജനം, ഡൽഹി.